നമ്മൾ കേട്ടിട്ടില്ലേ, ചിലർ സത്യം പറഞ്ഞാൽ പോലും മറ്റുള്ളവർ വിശ്വസിക്കില്ലാത്ത അവസ്ഥ. അത് മിക്കവരുടെയും തന്നെ ജീവിതത്തിൽ ഒത്തിരി പേർക്ക് അനുഭവങ്ങളുള്ളതാണ്. ഒരു 95% പേർക്കും അനുഭവമുള്ളതാണ്. നമ്മൾ സത്യമായിരിക്കും പറയണത്, പക്ഷെ മറ്റുള്ളവരത് വിശ്വസിക്കില്ല. ജനങ്ങൾ ആ നുണ പറയുന്നവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും, ഇല്ലേ? അതായത് ഒരാളിപ്പം സത്യമാണ് പറയുന്നത്, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഒരു തെറ്റാകട്ടെ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും എതിർഭാഗത്ത് നിൽക്കുന്നവർ നീ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ ഇച്ചിരി മാന്യനും അല്ലെങ്കിൽ അയാൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുമാണെങ്കിൽ, എതിർവശത്ത് നിൽക്കുന്നയാളെങ്കിൽ ജനങ്ങളെല്ലാം അവരുടെ കൂടെ കൂടും, ഇല്ലേ? അത് വീട്ടുകാരാണേലും നാട്ടുകാരാണേലും ആരാണെങ്കിലും അവർക്ക് സപ്പോർട്ട് നിൽക്കും. ഈ പറയുന്ന വ്യക്തി, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യക്തി ഒറ്റപ്പെടുകയും ചെയ്യും. പിന്നീട് അയാൾ ചിന്തിക്കേണ്ടി വരും, ഞാൻ പറഞ്ഞ് തെറ്റായിപ്പോയോ, ഞാൻ അവരോട് പറയണമായിരുന്നോ എന്നിങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും, ഇല്ലേ? നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി പേർക്കുണ്ട്. ഞാനൊരു കഥ പറയാം. ഞാൻ കേട്ട കഥയാട്ടോ. ഒരു മാഷുണ്ടായിരുന്നു. ആ മാഷ് കൃഷിപ്പണികളെല്ലാം ചെയ്തിട്ടായിരുന്നു കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. മാഷിൻ്റെ ജോലിക്ക് പോകും, ബാക്കി സമയം കൃഷിപ്പണി ചെയ്യും. അങ്ങനെ സന്തോഷത്തോടു കൂടിയായിരുന്നു മാഷ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പം ഒരിക്കൽ ഈ മാഷിൻ്റെ കൃഷിസ്ഥലത്ത് നിന്നും ഈ ഏത്തക്കൊല, മരച്ചീനി അങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ മോഷണം പോകാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇത് ആരാന്ന് കണ്ടുപിടിക്കണമല്ലോ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നതല്ലേ, അപ്പോൾ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് മാഷ് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ മാഷ് രാത്രിയിൽ ഒരു ടോർച്ചൊക്കെ ആയിട്ട് ഈ കൃഷിത്തോട്ടത്തിൽ പോയി കാത്തിരുന്നു. അപ്പം ഒരാൾ പതുങ്ങി രാത്രിയിൽ വരുന്നു, മരച്ചീനി പറിക്കുന്നു, ഏത്തക്കൊല ഒരെണ്ണം വെട്ടുന്നു. എന്നിട്ട് തോളത്ത് വെച്ച് പോകാൻ തുടങ്ങിയപ്പം മാഷ് പറഞ്ഞു, എടാ കള്ള, നീയല്ലേ ഈ ഇതൊക്കെ മോഷ്ടിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. നീയാന്ന് ഞാൻ ജന്മത്ത് പോലും വിചാരിച്ചില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ടോർച്ചടിച്ച് ഈ ഏത്തക്കല പറിച്ചയാളുടെ നേരെ അടിച്ചു കഴിയുമ്പോൾ ഇയാൾ ചോദിക്കുന്നു, നീ എന്തിനാ എൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചത് എന്ന് ചോദിച്ചാൽ അതേ പിടിച്ച് ഇയാൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുന്നു, ഒച്ചത്തിൽ പറയാൻ തുടങ്ങുന്നു. അപ്പം മാഷ് പറയുന്നു, നീ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ജനസേവകനല്ലേ, എന്നിട്ട് നീ പരിപാടിക്ക് വന്നേ എന്തിനാ, നിനക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ മാഷ് കിടന്ന് ചോദിക്കുക. അപ്പം മറ്റേ ആൾ ചോദിക്കുകയാണ്, നീ എന്തിനാ എൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചേ എന്നും ചോദിച്ചാൽ അതേ പിടിച്ച് ഇയാൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഒച്ച കേട്ട് അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം ആൾക്കാർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ജനസേവകനല്ലേ, അയാൾ നാട്ടിൽ അറിയപ്പെടുന്ന ആളുമാണ്. മാഷും അറിയപ്പെടുന്ന ആളാണെങ്കിലും മാഷിനേക്കാളും ആൾക്കാർക്ക് ഇഷ്ടം കൂടുതൽ വന്നത് ജനസേവകനോടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പം ഈ ജനസേവകൻ പറയുകയാണ്, ഇവൻ എൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചു, എന്നിട്ട് ഇവൻ ഈ കിടക്കുന്ന വാഴക്കൊലയെല്ലാം ഞാനായി എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് അവൻ വെട്ടിക്കൊണ്ട് പോയിട്ട് അവൻ എൻ്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുകയാണ് എന്നിങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, അത് പറഞ്ഞിട്ട് ശരിയല്ല, മാഷ് മാപ്പ് പറയണം, അവനോട് ജനസേവകനോട് മാപ്പ് പറയണം എന്നിങ്ങനെ പറഞ്ഞു. അവസാനം മാഷ് മാപ്പ് പറഞ്ഞു. മാഷ് എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി മാഷ് ആലോചിച്ചു, സ്വന്തം മുഖത്തേക്ക് തന്നെ ഒന്ന് ടോർച്ചടിച്ച് നോക്കി. എന്നിട്ട് ചോദിച്ചു, എനിക്കിത് പറയണമായിരുന്നു, എനിക്കിത് കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ അവിടെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു, അല്ലേ? അപ്പോൾ ആരും അറിയില്ലായിരുന്നു, എൻ്റെ കുറച്ച് കൃഷി നഷ്ടപ്പെടുകയോ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ചെയ്ത കപ്പയും മരച്ചീനിയും അല്ലെങ്കിൽ ഏത്തക്കൊലയും ഒക്കെ നഷ്ടപ്പെടുകയുണ്ടായിരുന്നുള്ളൂ, എനിക്ക് മിണ്ടാണ്ടിരിക്കാമായിരുന്നു എന്നിങ്ങനെ മനസ്സിലും വിഷമത്തോടു കൂടി വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു, സാരമില്ല, നമുക്കിനി ഈ പോയത് പോട്ടെ, ഇനി നമുക്ക് നഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് മിണ്ടാതിരിക്കാം, കാരണം നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല എന്നിങ്ങനെ. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ? നമ്മൾ പല കാര്യങ്ങളും, ചിലരുണ്ട് പൈസയൊക്കെ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ഏതാണ്ട് പൈസ തന്നത് അവരാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരും ഉണ്ട്, ഇല്ലേ? അത് ഞങ്ങൾ മേടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവർ, ഒരു രേഖകളും കാണില്ല. ചിലരുണ്ട് വസ്തുക്കൾക്ക് ജാമ്യം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന, ഇവരുടെ ഈ നിൽക്കുന്നവരുടെ അതിൻ്റെ ഉത്തരവാദിത്വം പോലെയാണ്. ഒന്നിനെ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അതേപോലെ കുടുംബ പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യ ചിലപ്പോൾ തെറ്റുകാരിയായി മാറുന്നതും, ഭർത്താവ് തെറ്റുകാരനായിട്ട് മാറുന്നതും, അച്ഛനും അമ്മയുടെ ഭാഗം ന്യായീകരിച്ച് അവരുടെ കൂടെ സംസാരിക്കുന്നു. ഇങ്ങനെ ഒറ്റപ്പെടുന്ന അവസരങ്ങൾ ഒത്തിരി ഉണ്ടാകാറില്ലേ? കാരണം തെളിയിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത, ഇവർ പറഞ്ഞ വാക്കുകളോ ഇവർ ചെയ്ത പ്രവൃത്തികളോ ഒന്നും തെളിയിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ ഒത്തിരി പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഒത്തിരി പേരിങ്ങനെ പറയുന്നതും കേട്ടിട്ടുണ്ട്. എനിക്കും പേഴ്സണായിട്ട് ഒരു ചെറിയ കാര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യം നമ്മളെങ്ങനെ പറയും? പറഞ്ഞിട്ട് നമുക്ക് തെളിയിക്കാൻ ഒരു മാർഗ്ഗരേഖയില്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ നിൽക്കുന്നവരില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ശരിയാണോ ഞാൻ ഈ പറഞ്ഞതെന്ന്? എവിടെ കൊണ്ട് തെളിയിക്കാൻ പറ്റും? അപ്പം നമ്മൾ സത്യസന്ധത എന്ന് പറയുന്നത്, സത്യസന്ധമായിട്ടുള്ള ഇതിനാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്.
അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞ് ആരുടെയെങ്കിലും ഭാഗം കൂടി അവരെ ന്യായീകരിക്കുകയല്ലേ. എവിടെയാണോ സത്യസന്ധത അവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന് എന്തെങ്കിലും മാർഗം, അത് ആരുടെ പറമ്പിൽ നിന്നാണ്, അയാൾ എന്തിനവിടെ വന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഈ ജനപ്രതിനിധിയുടെ, അല്ലേ? അയാൾ എന്തിനവിടെ വന്നേ, എന്തിനാണ് ടോർച്ചടിച്ചു നോക്കുക, അങ്ങനെ ജനങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്യും? അയാൾ ജനപ്രതിനിധി എന്ന് പറയുന്ന ആൾ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനാണ്, നാട്ടുകാരുടെ സമ്മതനാണ്. പക്ഷെ അയാൾക്കുള്ള ഇങ്ങനെയുള്ള ദൂഷ്യ സ്വഭാവങ്ങളെല്ലാം അങ്ങ് മറച്ചു വെക്കുകയാണ്. അത് അയാൾ സഹിതം മറച്ചു വെച്ച് അയാൾ മറ്റേയാളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്, ഇല്ലേ? അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക, നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, സത്യം ഉണ്ടോ, അതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫാക്റ്റ് അന്വേഷിച്ച ശേഷം മാത്രമേ നമ്മൾ പറയാവുള്ളൂ. ചുമ്മാ കയറി പെട്ടെന്ന് നമ്മളൊരു അഭിപ്രായം പറയരുത്, ഇല്ലേ? അതല്ല ഇത് കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം സത്യസന്ധരായവർക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ. ആ സത്യസന്ധർക്ക് എപ്പോഴും മാനസിക വിഷമമായിരിക്കും. ഇങ്ങനെ കുതന്ത്രങ്ങൾ കാണിക്കുന്നവർക്ക് ഒരു മാനസിക വിഷമവും കാണില്ല. സത്യസന്ധരായ ആൾക്കാർ എന്നെ കാണിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സത്യാവസ്ഥ സത്യം മാത്രം പറഞ്ഞ് അവരിങ്ങനെ ജീവിച്ചുകൊണ്ട് പോകും. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് അവർക്കൊരു വിജയം ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു സമയത്ത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് വിജയം ഉണ്ടായിട്ട് എന്ത് കാര്യം? അപ്പം നമുക്കൊരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് നമുക്ക് വിജയത്തിൻ്റെ ആവശ്യമുള്ളത്. അല്ലാണ്ട് കുറേ കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടിയിട്ടും ഇല്ലേ. പിന്നെ എല്ലാവരും പറയും, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പയ്യൻ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോയി. കുറച്ച് നാൾ അവനവിടെ കിടന്നു. അവൻ അന്ന് തൊട്ട് ആ പിടിക്കപ്പെടുമ്പോൾ തൊട്ട് അവൻ പറയുന്നുണ്ട് ഞാനല്ല എന്ന്. പക്ഷേ അവൻ പിടിക്കപ്പെട്ടു, ജയിലിൽ കിടന്നു, എല്ലാം നിന്നു. അവസാന കേസ് അവന് അനുകൂലമായിട്ട് അവനല്ല എന്ന് തെളിഞ്ഞ് ഇറങ്ങി വന്നു. അപ്പോഴത്തേനും അവൻ്റെ കുടുംബവും പോയി, ജീവിതവും പോയി, എല്ലാം പോയി. നിരാശയും ബാധിച്ച് ഇങ്ങനെ ഒരുതരം ഭ്രാന്തൻ്റെ രീതിയിൽ അലഞ്ഞു നടപ്പുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ സത്യസന്ധരായ മനുഷ്യരെ വാക്കുകൾ വിശ്വസിക്കാതെ വരുന്നതിൻ്റെ കുഴപ്പങ്ങളല്ലേ ഇതൊക്കെ, ഇല്ലേ? ഒരാളാന്ന് ചുമ്മാ അങ്ങ് നമ്മൾ ഇപ്പം എന്നെ കണ്ടിട്ടൊരു ഭ്രാന്തിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും കുറേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭ്രാന്തിയായി മാറും, ഇല്ലേ? നമ്മളെ കണ്ടിട്ട് ഒരാൾ കള്ളനായി എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളനായി. കാരണം ആൾക്കാർക്ക് അറിയേണ്ട കാര്യമില്ല അയാൾ കള്ളനാണോ കള്ളനല്ലയോ, അയാൾ മോഷ്ടിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട. കള്ളനാണ്, അയാളൊരു ചീത്ത സ്വഭാവപ്രവൃത്തി ചെയ്യുന്നവനാണ്. അതാണ് ഒരു 10 പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവനിൽ അങ്ങ് മുദ്ര കുത്തുവാണ് അവനതാണ്. എന്നാൽ സത്യാവസ്ഥ അറിയാൻ ആരും ശ്രമിക്കുകയില്ല. ഇതാണ് ഈ ലോകം. കല്ലെറിയാൻ തുടങ്ങിയാൽ പൂരം കല്ലേറായിരിക്കും എന്ത് കാര്യത്തിനും. ഇപ്പം നമുക്ക് കാണാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വൈറലായിട്ട് നിൽക്കണ രേണു സുധി എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ ഭാര്യ. എന്തിനാ ആർക്കറിയാം അവരെന്തിനാ ഇങ്ങനെ കല്ലെറിയുന്നത്? എന്തോ എല്ലാ ചാനലുകാരും അവരോട് ഇൻ്റർവ്യൂ ചെയ്യണു, അവരുടെ മകൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യണു. എന്ത് കാര്യത്തിന്? അവരെവിടെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്ന് വെക്കാനല്ലേ? ആരെങ്കിലും ചിലവിലാണ് അവർ കഴിയുന്നത്. അവർക്കൊരു വീടുണ്ടാക്കി കൊടുത്തു, അത് എല്ലാവരും കൂടെ ഉണ്ടാക്കി കൊടുത്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്നൊരു 5 പൈസ പോലും ഇട്ട് കൊടുക്കാത്തവരായിരിക്കും അവരെ ചീത്ത പറയുന്നത്. അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കണം. സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മളെവിടെയും വിജയിക്കും. പക്ഷേ കാലം കുറച്ച് കഴിഞ്ഞു പോകും എന്ന് മാത്രം. നമ്മൾ അനുഭവിക്കാനുള്ള വേദനകളും നമ്മൾ അനുഭവിക്കാനുള്ള ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച ശേഷമാണ് നമുക്ക് ഒരു വാക്ക് പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സത്യസന്ധത നമുക്ക് പറയാൻ പറ്റാത്ത എത്രയോ മനുഷ്യരുണ്ടെന്നറിയാവോ? ഒത്തിരി മനുഷ്യരുണ്ട്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ വിഷമങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിലുള്ളിൽ തുറന്ന് പറയണം എന്നുണ്ട്. ഇത് ഇന്ന കാര്യമാണ് ഇവർ ചെയ്തതെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ പറയാണ്ട് മനസ്സിൽ വെച്ച് വിങ്ങുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. എന്നിട്ട് കുറ്റക്കാരായിട്ടിരിക്കുന്നവരും ഉണ്ട്. അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിലും മക്കളുടെ ഇടയിലാണെങ്കിലും അച്ഛനമ്മമാരുടെ ഇടയിലാണെങ്കിലും ഒക്കെ. നമ്മളപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നമ്മളെ വിശ്വസിക്കുന്നവർ കുറവാണ്. ഇതിനെന്നെ പോംവഴി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലോട്ട് തന്നെ പറയുക, നമ്മുടെ മനസ്സിനെ കോൺഫിഡൻസ് ആക്കി എടുക്കുക, നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഹീറോ ഉണ്ടെന്നേ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ഹീറോ ഉണ്ട്. ഞാൻ അബ്ദുൽ കലാമിനെ കുറിച്ച് കേട്ടതായിട്ട് എൻ്റെ വായിച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. അദ്ദേഹം സൈക്കിളിലൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടിയൊക്കെ പോയി അതിൽ നാട്ടിക്കൂടെയൊക്കെ നടക്കും. അപ്പം വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത വീട്ടിലല്ലേ. അപ്പം ഒരാൾ കണ്ടപ്പം ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്, നീ ഒരു ഹീറോയാകും എന്ന് കണ്ണിലേക്ക് നോക്കി പറഞ്ഞു എന്ന് പറയും. ആ ഒരു ഹീറോയാകും എന്നുള്ള ആ വാക്കാണ് ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നു. പിന്നീട് അതിനെ
അതിനെ ജ്വലിപ്പിച്ച് ആണ് ഏതെങ്കിലും ഒരു നിലയിലെത്തണം എന്നുള്ള ചിന്ത വന്നു എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എല്ലാവരുടെയും മനസ്സിൽ തന്നെ അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ മതി. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ദുഃഖങ്ങളോ ഉള്ളപ്പോൾ ഞാൻ ഹീറോയാണ്, എൻ്റെ മനസ്സ് ഹീറോയാണ്, എൻ്റെ മനസ്സ് സീറോയല്ല എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. നമുക്ക് എപ്പോൾ പരാജയം ഉണ്ടായാലും ഞാൻ സീറോയല്ല, ഞാൻ ഹീറോയാണ് എല്ലാവരും പറഞ്ഞോട്ടെ, എല്ലാവരും നമ്മുടെ ചുറ്റും നിന്ന് പറഞ്ഞോട്ടെ, പറയണവർ പറയട്ടെ. പറഞ്ഞവരൊന്നും വായടയ്ക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. നമുക്ക് അടയ്ക്കാൻ പറ്റുന്നത് നമ്മുടെ വായാണ്. എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ സീറോയല്ല ഹീറോയാന്ന് കാണിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് ഈ കല്ലെറിയുന്നവരെയും ഈ കുറ്റപ്പെടുത്തുന്നവരെയും ഒന്നും നന്നാക്കാൻ സത്യസന്ധമായിട്ട് ജീവിക്കണവരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഈ കള്ളത്തരം കാണിച്ച് ജീവിക്കണവർ അത് അവരുടെ വിധിക്ക് വിട്ടേക്കുക. സത്യസന്ധമായിട്ടിരുന്നിട്ട് ആ കല്ലേറ് കൊള്ളുന്നവരെ കുറിച്ചാണ് ഒത്തിരി പെൺകുട്ടികളും ഒത്തിരി സ്ത്രീകളും ഒത്തിരി ഭർത്താക്കന്മാരും ഒത്തിരി മനുഷ്യരുമുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോകണം, പറയാൻ പറ്റാത്ത അവസ്ഥയിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഒത്തിരി പേരുടെ കഥകൾ കേട്ടു. ഈ കഞ്ചാവ് കേസിലെ കുട്ടിയാന്ന് പറയണ പയ്യനാന്ന് പറയണ ആ പയ്യനെ എനിക്കറിയാവുന്ന പയ്യനാണ്. അവൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. പക്ഷേ ഇപ്പോൾ അവനൊരു കടയിലൊക്കെ ജോലിക്ക് നല്ല ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ഉള്ള പയ്യനാണ്. ഇപ്പോൾ അവനൊരു കടയിൽ പണിക്ക് കയറിയിട്ടുണ്ട്. എന്നാലും അവൻ്റെ ഭാര്യ അവൻ ഉപേക്ഷിച്ചു പോയി. കുടുംബത്തിലാണെങ്കിൽ എല്ലാവർക്കും അവനൊരു കഞ്ചാവ് വിൽപ്പനക്കാരൻ എന്നുള്ള രീതിയിൽ അവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേസെടുക്കുമ്പോഴും ഒക്കെ ഇല്ലേ, ഒന്ന് ആലോചിക്കണം അവൻ്റെ ഭാവി എന്തോരും ഇല്ലേ. ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും, നമ്മളറിയാതെയല്ലേ ഓരോ കേസുകളും. പണ്ടൊരു ബ്യൂട്ടി പാർലറിൽ ഒരു പെണ്ണുപിള്ളേനെ ഇങ്ങനെ ഒരു കേസിൽ പെടുത്തിയതല്ലേ, കോതമംഗലത്തോ പെരുമ്പാവൂർ എവിടെയും കണ്ട് കഞ്ചാവോ എന്തോ ഒരു ഓയിലോ എന്തൊക്കെയോ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് പുള്ളിക്കാരിനെ കേസിൽപ്പെടുത്തി അവസാനം കേസ് തെളിയിക്കാതെ വന്നു ഒക്കെ ഇല്ല. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ പിന്നെ കേസ് ജയിച്ചു, സന്തോഷം. പക്ഷെ അവരുടെ കുടുംബത്തിൽ അവർക്ക് വരുന്ന, ആ നാട്ടിൽ അവർക്ക് വരുന്ന മാനക്കേടോ അതാര് സഹിക്കും ഇല്ലേ. അപ്പോൾ എപ്പോഴും ഇതൊക്കെയാണ് ഈ ലോകം, ഇതൊക്കെയാണ്. അത് നോക്കിയും കണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. ഈ ലോകം ഇങ്ങനെയാണ്, ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള ചിന്തയോട് മാത്രമേ ജീവിക്കാവുള്ളൂ. അല്ലാണ്ട് എല്ലാം നമുക്ക് നല്ലതായിട്ട് വന്നുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.